ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ് ഭാഗം 196. പൗലോസും കൂടെ ഉള്ളവരും ത്രോവാസിൽ നിന്ന് പുറപ്പെടുവാൻ തീരുമാനിച്ചു. എന്നാൽ പൗലോസ് തനിയെ അസ്സോസിലേക്ക് കാൽനടയായി പോകുവാനാണ് തീരുമാനമെടുത്തത്. എന്നാൽ കൂടെ ഉള്ളവരെ കപ്പൽ മാർഗം യാത്രയക്കുകയും ചെയ്തു അസ്സോസിലേക്ക്. എന്തുകൊണ്ടായിരിക്കാം പൗലോസ് കാൽനടയായി പോകുവാൻ തീരുമാനിച്ചത്? മറ്റൊന്നുമല്ല, ദൈവവുമായി ധ്യാനത്തിൽ സമ്പർക്കം പുലർത്തുവാൻ ഇതിൽ പരം നല്ലൊരു അവസരം വേറെയില്ല എന്ന് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനും സുവിശേഷ പോരാളിയുമായ ഈ പൗലോസിൻ്റെ ശക്തിയുടെ രഹസ്യം ദൈവവുമായുള്ള തൻ്റെ കൂട്ടായ്മയായിരുന്നു. കർമ്മനിരതനായ ഈ ക്രിസ്തു ഭടൻ്റെ ദൈവവുമായുള്ള ഈ സ്വകാര്യ കൂട്ടായ്മയെപ്പറ്റി അപ്പോസ്തല പ്രവൃത്തികളിൽ കാര്യമായി ഒന്നും തന്നെ നാം കാണുന്നില്ല എങ്കിലും തൻ്റെ ലേഖനങ്ങളിൽ ഈ ശക്തിയെപ്പറ്റിയുള്ള സൂചനകൾ ധാരാളം കാണുന്നുണ്ട്. ഇടപെടാതെയുള്ള പ്രാർത്ഥനയും എപ്പോഴും സ്തോത്രം ചെയ്യുന്നതുമൊക്കെ ഈ നിരന്തര സമ്പർക്കത്തിൻ്റെ ഭാഗമാണ്. കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ വിജന സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങി പിതാവുമായി സമ്പർക്കം പുലർത്തിയിരുന്നത് പൗലോസിന് ഓർക്കുവാനും അത് മാതൃകയാക്കുവാനും കഴിഞ്ഞിരുന്നു. ഈ അവസരത്തിൽ പൗലോസിന് ഭാരമേറിയ പല ആശങ്കകളും ഉണ്ടായിരുന്നു എന്നുള്ളതും നാം ഓർക്കണം. യെരുശലേമിലെ ശത്രുക്കളായ യഹൂദന്മാരിൽ നിന്നുണ്ടാക്കാവുന്ന ഉപദ്രവങ്ങളെപ്പറ്റിയും മരണത്തെപ്പറ്റിയുമുള്ള ചിന്തകൾ ഒരു വശത്ത്, യെരുശലേം സഭയിലെ യഹൂദ മതവൽക്കരണവാദികളുടെ എതിർപ്പ് മറ്റൊരു വശത്ത്. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ കൊരിന്തിൽ നിന്ന് പൗലോസ് പുറപ്പെട്ടത് തന്നെ. ഇതിനും പുറമെ യെരുശലേമിൽ ബന്ധനങ്ങളും കഷ്ടങ്ങളും തന്നെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പറയുന്ന സാക്ഷ്യവും തൻ്റെ മേലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ ജനസമൂഹത്തിൽ നിന്ന് അകന്ന് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി കുറേ സമയം ചെലവാക്കുവാൻ തീരുമാനിച്ചതുകൊണ്ടാണ് പൗലോസ് ഈ കാൽനട തീരുമാനത്തിൽ എത്തിയത്. മനസ്സ് നിറയെ ക്രിസ്തുവുമായി, അധരങ്ങളിൽ പ്രാർത്ഥനാ മന്ത്രവുമായി പൗലോസ് നടക്കുകയാണ്. യുത്തിക്കോസിന് ഒരു രണ്ടാം ജീവിതം നൽകിയതിന് പൗലോസ് ദൈവത്തിന് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞു കാണും എന്ന് പറയാൻ പോലും കഴിയുന്നില്ല. പൗലോസ് അസ്സോസിൻ്റെ തുറമുഖത്തെത്തിയപ്പോൾ തന്നെ കാത്ത് അവരുടെ കപ്പൽ അവിടെ കിടന്നിരുന്നു. ഒട്ടും താമസിയാതെ അവർ യാത്ര ചെയ്ത് ലെസ്ബോസ് ദ്വീപിൻ്റെ തലസ്ഥാനമായി 48 കിലോമീറ്റർ തെക്കുള്ള മിഥുലേനയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഖിയോസ് ദ്വീപിന് സമീപം മറുനാൾ സാമോസ് ദ്വീപിൽ അണയുകയും ചെയ്തു. പിറ്റേന്ന് മിലോത്തോസിൽ എത്തിക്കഴിഞ്ഞു. തുടർന്ന് കഴിയുമെങ്കിൽ പെന്തക്കോസ് നാളിലേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസ്യയിൽ കാലതാമസം വരരുതെന്ന് വെച്ച് എഫെസോസിൽ അടുക്കാതെ ഓടണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. മിലത്തോസിൽ നിന്ന് പൗലോസ് എഫെസോസിലേക്ക് ആളയച്ചു സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞ വാക്കുകളാണ് ഹൃദയസ്പർശിയായ ഒരു സന്ദേശം. പൗലോസ് അധ്യക്ഷന്മാരോട് സംസാരിക്കുന്നു. അവർ വന്നു. ത്യാഗികളും സാഹസികന്മാരുമായ സൈന്യാധിപന്മാർ തങ്ങളുടെ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് അവിടെ ധാർമ്മിക വീര്യത്തെ തൊട്ടുണർത്തിയ ചില സന്ദർഭങ്ങൾ ലോകയുദ്ധ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇറ്റലിയുടെ ഏകീകരണത്തിനു വേണ്ടി ജീവിതമർപ്പിച്ച ഗാരിബാൾഡി ഒരു തോൽവി ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ സന്നദ്ധ സൈന്യത്തോട് പ്രസംഗിച്ച വികാരോജ്വലമായൊരു പ്രസംഗം വളരെ സുപ്രസിദ്ധമാണ്. ഇറ്റലിയുടെ ശത്രുക്കൾക്ക് നേരെ ധീരമായി നീങ്ങേണ്ടതിൻ്റെ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: വരിക, നമുക്ക് മുന്നേറാം. ഞാൻ നിങ്ങൾക്ക് തരുന്നത് ശമ്പളം, പണമോ സുഖസൗകര്യങ്ങളോ അല്ല. നിർബന്ധിത മാർച്ചിങ്, മുറിവുകൾ, മരണം എന്നിവ മാത്രം. ശത്രുവിനെ നമ്മുടെ മാതൃരാജ്യത്തു നിന്ന് കെട്ടുകെട്ടിക്കുവാൻ ഇതൊക്കെ വേണ്ടിവരും. ആകയാൽ നമുക്ക് മുന്നേറാം. അതെ, അവർ ഏറെക്കുറെ ഇക്കാര്യത്തിൽ ജയം പ്രാപിച്ചു. എന്നാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ആമേൻ ആ രക്ഷാനായകൻ്റെ സേനാനി പറഞ്ഞ വാക്കുകൾ ഈ ഗാരിബോൾഡിയുടേതിൽ നിന്നും വളരെ വിഭിന്നമായിരുന്നു. ആക്രമണത്തേക്കാൾ പ്രതിരോധത്തിന് ഊന്നൽ നൽകി അവരുടെ ജാഗ്രതയെ തട്ടി ഉണർത്തുകയായിരുന്നു പൗലോസ്. തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.